ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരു 5 വർഷത്തോളമായി കേട്ടോ. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 2-3 വർഷക്കാലയളവാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവുകളും ഇത് എന്തായി ചെയ്യുന്നത്, നല്ലതാന്നൊരു ജോലിയും കളഞ്ഞേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും ഓടി നടന്ന് കയ്യിലെ കാശും കളഞ്ഞ് കണ്ട ഹോട്ടലിൽ കയറി ഫുഡ് തിന്നിട്ട് എന്താ പ്രയോജനം, അങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങളാണ് കേട്ടോ ഒരുപാട് ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്നുണ്ടായ ഒരു ചെറിയ അച്ചീവ്മെൻറ്റ് നിങ്ങളെ കാണിക്കാം. വേറൊന്നുമല്ല, ഞങ്ങളുടെ സ്വപ്നക്കൂട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നേ, ചേച്ചി ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് സ്റ്റേബിൾ ആയത്. ഇങ്ങോട്ട് വന്ന് ഒത്തിരി ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അജിത്തിൻ്റെയും സ്വപ്നക്കൂട്ടിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ വീട് പൂർണ്ണമായിട്ടും ഒരു ബോക്സ് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിലിവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രില്ലൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന സിംഗിൾ ഫ്ലോറാണ് വീട്. പിന്നെ ഇത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നതും. ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് ചെറിയ കാറ്റൊക്കെ കൊണ്ട് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പൂർണ്ണമായിട്ടും ചെയ്തു തന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള എഡ്ജ് സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആയിട്ടിരിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് കയറുന്നത്. നമ്മുടെ ഡോറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എടുത്തിരിക്കുന്നത് ഡീസോൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വരൂ, വാ. ലിവിങ് ഏരിയ കയറി വരുമ്പോഴത്തേക്കും തന്നെ ഇത് ഈ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. വെസ്റ്റേൺ മാട്രസിൽ നിന്നാണ്. ഇനി ലിവിങ് സ്പേസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ലോഞ്ചർ സോഫ ഇട്ടിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തതാണ് സോഫ സ്റ്റുഡിയോയിൽ നിന്ന്. അതുപോലെ തന്നെ ഒരു കോഫി ടേബിൾ വരുന്നുണ്ട്, നമുക്കൊരു TV യൂണിറ്റും വരുന്നുണ്ട് കേട്ടോ. എല്ലാം വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ആണ്. 4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സാൻജോസ് വുഡ് ആർട്ടിൽ നിന്നാണ്, ഏറ്റുമാനൂരുള്ള. പിന്നെ ഇതിനോട് തന്നെ ചേർന്ന് നമുക്കൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഓപ്പൺ കിച്ചൺ ഇതാണ്. ഇവിടെ നമ്മളൊരു 2 ഹൈ ചെയർ ഇട്ടിട്ടുണ്ട്. ഹൈ ചെയറും നമ്മുടെ ആ കോഫി ടേബിളും സൂര്യ വുഡ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് വരും. നോക്കൂ, ഇതാണ് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇൻറ്റീരിയർ ടീം ഐഡിയൽ ഇൻറ്റീരിയർ ആണ് കേട്ടോ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം തന്നെ ഈ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സാഗ ഗ്രീൻ കളറാണ് കേട്ടോ ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. എൻ്റെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ ചെയ്യുന്നത്. അതും അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് കേട്ടോ. ഇനി നമ്മുടെ റൂം കാണിക്കാവേ. ആദ്യം കാണിക്കുന്നത് ഗസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ. ഇതാണ് ഗസ്റ്റ് എന്നോ കിഡ്സ് എന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇപ്പം തൽക്കാലം അദ്യയുടെ പാവയൊക്കെ വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഇന്റീരിയർകാരുടെ ഒരു മാജിക് ആണ് കേട്ടോ. അതെ, ഇവിടെ നമ്മുടെ കോമൺ വാഷ് ഏരിയ ആണ് വരുന്നത്. ഇനി ഈ സൈഡിൽ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇനി ഞങ്ങളുടെ പപ്പായുടെ ബെഡ്റൂമാണ്. ഇതാണ്. ഇവിടെയെല്ലാം നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോട്ട്, മാട്രസ്, സൈഡ് ടേബിൾ ഇതും എല്ലാം വെസ്റ്റേൺ മാട്രസിൽ നിന്ന് തന്നെയാണ്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഏരിയ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ കർട്ടൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് മണർകാട് തന്നെയുള്ള ദ കർട്ടൻ സ്റ്റുഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ചേട്ടൻ എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ. നോക്കിക്കോ, ഒരു ഓപ്പൺ കോർട്ട്യാർഡ് എന്ന് പറയാം കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ ഒരു ചെറിയ ലോഗോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിനോട് കൂടിയിട്ടുള്ള ഒരു ബുദ്ധനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ വാഷ് യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. കുറ്റം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കോർട്ട്യാർഡും ഫുള്ളായിട്ട് പ്ലാന്റ് ഒക്കെ വെച്ച് അതുപോലെ തന്നെ കോബിളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ എഡ്ജ് സ്റ്റോൺ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇനി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. സൈഡിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുക കേട്ടോ. ആൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ എൻ്റെ മോള് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു മിററും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ആ സൈഡിൽ ഒരു വലിയ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഈ കർട്ടൻ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡിലോട്ടുള്ള വ്യൂ ആണ്. പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതേ നോക്കി.